മുട്ടയൊന്നുമില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ മയോണൈസ് തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിലായിരിക്കും ഉണ്ടാകുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് താഴെയായിട്ടാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. ഇത് ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിലായിരിക്കും ഉണ്ടാവുക. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ഓയിലിൻ്റെയൊക്കെ ആവശ്യം വരും. ഇതുപോലെ ചോറൊക്കെ വെച്ച് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരികയുള്ളൂ. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്